വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ അടിസ്ഥാനരഹിതമായ പ്രചാരണം വഴി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ അപലപിച്ച അഫ്ഗാൻ നിലപാടിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. അഫ്ഗാൻ ജനതയുടെ വികസന ആവശ്യങ്ങൾക്ക് തുടർന്നും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ജയശങ്കർ എക്സിൽ കുറിച്ചു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അജീഷ്, ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി സംഘർഷത്തിനിടയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അയച്ച മിസൈല് അഫ്ഗാനിസ്ഥാനിൽ വീണു എന്നൊക്കെയുള്ള ആരോപണം പാകിസ്ഥാൻ ഉയർത്തിയ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ല, യഥാർത്ഥ ശത്രുവിനെയും മിത്രങ്ങളെയും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും, ആരാണ് അതിർത്തി മറികടക്കുന്നതെന്ന് ലോകം കാണുന്നുണ്ട് എന്നൊക്കെ അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. അത് വലിയൊരു പിന്തുണയായിരുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിച്ചത്. അതിനായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ അഫ്ഗാൻ ജനതയുടെ വികസന സ്വപ്നങ്ങൾക്ക് തുടർന്നും ഇന്ത്യ പിന്തുണ നൽകും. അതുപോലെ തന്നെ ഈ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ അപലപിച്ച അഫ്ഗാൻ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു തുടങ്ങിയ പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ എസ് ജയശങ്കർ കുറിച്ചിരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, അങ്ങനെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ മിസൈൽ അയച്ചെന്നുള്ള ഒരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇത് അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയും ചെയ്തു. എന്നാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ ഈ താലിബാൻ സർക്കാരിനും ഇടയിൽ വളരെ ഭിന്നത വലിയ രീതിയിൽ രൂക്ഷമാകുന്ന ഒരു അവസരത്തിലാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായിരിക്കുന്നത്. താലിബാന്റെ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയശങ്കർ ഫോണിൽ വിളിച്ചത്. പഹൽഗാം ആക്രമണം അപലപിച്ചതിന് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തലാഖിക്ക് ജയശങ്കർ നന്ദി അറിയിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ചിലരുടെ നീക്കം പരാജയപ്പെട്ടെന്നും ജയശങ്കർ പറഞ്ഞു. ഇതാദ്യമായാണ് വിദേശകാര്യ മന്ത്രിതലത്തിൽ ഇന്ത്യയും താലിബാൻ ഭരണകൂടമായ അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു ബന്ധപ്പെടുന്നത് ഫോണിൽ. യെസ്, വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാനാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകൾ അതിനുശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. ഈ സമയത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ അഫ്ഗാനിസ്ഥാൻ അപലപിച്ചു, അതിനെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് ജയശങ്കർ വ്യക്തമാക്കി.